ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് അറ്റർബർഗ്സ് ലിമിറ്റ് ഓർ കൺസിസ്റ്റൻസി ലിമിറ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ക്ലാസ്സിൽ പഠിച്ച കൺസിസ്റ്റൻസി ലിമിറ്റ്സിൻ്റെ ലബോറട്ടറി ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും ടൈം കളയാതെ തന്നെ നമുക്ക് അതിലോട്ട് നീങ്ങാം. So first one is the determination of liquid limit. The liquid limit is determined in the laboratory either by Casagrande's apparatus or by cone penetration method. അതായത് Casagrande's apparatus യൂസ് ചെയ്തോ അല്ലെങ്കിൽ കോൺ പെനിട്രേഷൻ മെത്തേഡ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ലാബിൽ. നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്നത് Casagrande's apparatus ആണ്. അതായത് അതൊരു ബ്രാസ് കപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പിലുള്ള ഒരു ഡിവൈസാണ് കാസഗ്രാൻഡെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ പ്ലേറ്റ് പോലിരിക്കും, അത് വളരെ ചെറുതാണ്, ഒത്തിരി വലിയ ഡയമീറ്റർ ഒന്നുമില്ല. ഓക്കെ, അപ്പം അതിനകത്തോട്ട് നമ്മളൊരു ഹാൻഡിൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ താഴോട്ടും മുകളിലോട്ടും ഉയർത്തുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ്, കാസഗ്രാൻഡെസ് മെത്തേഡിൻ്റെ ആ ഒരു ഡിവൈസ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 120 ഗ്രാം ഓഫ് എയർ ഡ്രൈഡ് ആയിട്ടുള്ള സാമ്പിൾ എടുക്കും. 425 മൈക്രോൺസ് ഇതിൽ പഠിക്കുന്ന മൂന്ന് ലിമിറ്റിൻ്റെ ഡിറ്റർമിനേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് 425 മൈക്രോൺ ISU ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ 120 ഗ്രാം സാമ്പിൾ എടുത്ത് ഇതിൽ കൂടെ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിഷിലെടുക്കും. എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് നമ്മളത് യൂണിഫോം പേസ്റ്റ് ആക്കും. ഓക്കെ, ഒരു പേസ്റ്റ് രീതിയിലാക്കും. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ആ ഡിവൈസിനകത്തെ ആ ഡിഷിനകത്തോട്ട് ആ കപ്പിനകത്തോട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, പ്ലേസ് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് സ്മൂത്ത് ചെയ്തിട്ട് സ്പാറ്റുല യൂസ് ചെയ്താണ് നമ്മൾ ഈ ലെവൽ ചെയ്യുന്നതൊക്കെ. സ്പാറ്റുല എന്ന് പറയുന്നത് ഒരു സ്പൂൺ പോലെ ഒരു ലെവൽ ഷേപ്പുള്ള ഒരു സ്പൂണാണ്. അതായത് സ്പൂൺ പോലെ ഒരു കേർവ്ഡ് സ്പേസും ഉണ്ട്, ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു അറ്റവും കാണും, അതുപോലെ തന്നെ ഒരു സാധാ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു അറ്റവും കാണും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സാധനമാണ് സ്പാറ്റുല. ഓക്കെ, എന്നിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ഇത് ലെവൽ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ഒരു ഗ്രൂവിങ് ടൂളുണ്ട്. ആ ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിനൊരു ഗ്രൂവ് ഇടും. അതായത് ആ സോയിൽ പേസ്റ്റിൽ ഒരു ഗ്രൂവ് ഇടും. ഓക്കെ, ആ ഗ്രൂവ് കട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് ടൂൾ വെച്ച് കട്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കാസഗ്രാൻഡെ ടൂളും രണ്ടെന്ന് പറയുന്നത് ASTM ടൂളുമാണ്. ASTM എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ അമേരിക്കൻ രീതിയിലുള്ള ഒരു ടൂളാണ്. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കാസഗ്രാൻഡെ ടൂൾ തന്നെയാണ്. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ബേസ്ഡ് ഓൺ IS 2720 പാർട്ട് 5 വെച്ചിട്ട് ആ ഒരു കോഡ് അനുസരിച്ച് നമുക്ക് ഈ രണ്ട് ഗ്രൂവിങ് ടൂൾ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന കാസഗ്രാൻഡെ ടൂൾ തന്നെയാണ്. അപ്പോൾ കാസഗ്രാൻഡെ ടൂൾ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടാവുന്ന ഗ്രൂവിന് ബോട്ടത്തിൽ 2 mm വിഡ്ത്തും അതുപോലെ തന്നെ ടോപ്പിൽ 11 mm നടുക്കാണെങ്കിൽ 8 mm ഡീപ്പും ആയിരിക്കും ആ ഉണ്ടാവുന്ന കട്ടിൻ്റെ ആ ഒരു ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ASTM ടൂളാണെങ്കിൽ 2 mm വിഡ്ത്ത് തന്നെ ആയിരിക്കും ബോട്ടത്തിൽ ഉണ്ടാവുന്നത്, ടോപ്പിൽ 13.6ഉം 10 mm ഡീപ്പും ആയിരിക്കും. ഓക്കെ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കാസഗ്രാൻഡെ ടൂളാണ്. നോർമലായിട്ടുള്ള ഫൈൻ ഗ്രൈൻഡ് സോയിൽസിന് യൂസ് ചെയ്യുന്നത്. ASTM ടൂൾ റെക്കമെൻഡ് ചെയ്യുന്നത് സാൻഡി ആയിട്ടുള്ള ഫൈൻ ഗ്രൈൻഡ് സോയിൽസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ സോയിലിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു കാസഗ്രാൻഡെ അപ്പാരറ്റസിൻ്റെ ഒരു ലേ ഔട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ഒരു റബ്ബർ ബ്ലോക്ക് ഉണ്ട്. ഇതാണ് ആ റബ്ബർ ബ്ലോക്ക്. ഈ റബ്ബർ ബ്ലോക്കിന് മുകളിൽ ഒരു ഡിഷ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഡിഷ് ബ്രാസിൻ്റെ ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സാൻഡ് പേസ്റ്റ് ഇടും. ഇതാണ് സാൻഡ് പേസ്റ്റ്. അതിനുശേഷം ആ ടൂളുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നൊരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് നടുക്കൊരു ഗ്രൂവ് കട്ട് ചെയ്യും. ഓക്കെ, ഇത് മുകളിലോട്ടും താപ്പോട്ടും താക്കാൻ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ, ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ റൈസ് ആൻഡ് ഫോൾ, അതായത് അത്രയും റെവല്യൂഷൻ വരുന്ന രീതിയിൽ ഇറ്റ്സ് നോട്ട് എ റെവല്യൂഷൻ, ആക്ച്വലി ഇറ്റ് ഈസ് ഒരു 1 സെൻറ്റിമീറ്റർ ഡെപ്തിലും റൈസ് ആൻഡ് ഡെപ്ത് നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷനിൽ ആ ഡിസ്ക് നമ്മൾ താഴോട്ടും മുകളിലോട്ടും ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹാൻഡിൽ കറക്കുമ്പോൾ, ക്ലോക്ക് വൈസ് കറക്കുമ്പോൾ ഇത് ഫുള്ള് കറങ്ങിയൊന്നും വരത്തില്ല. ഇത് ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ താഴും
പൊങ്ങും, 1 സെൻറ്റിമീറ്റർ താഴും പൊങ്ങും. അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. റൈസ് ആൻഡ് ഫോൾ മെക്കാനിക്സ് എന്നാണ് ഇനി പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഹാൻഡിലാണ് ഇത്. നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ചാണ് ഈ മൂവ്മെൻറ്റ് നമ്മൾ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പാരറ്റസ്. ഇനി നമ്മൾ അതിൻ്റെ വർക്കിംഗ് പറയാൻ പോവാണ്. ആഫ്റ്റർ ദ സോയിൽ പാറ്റ് ഹാസ് ബീൻ കട്ട് ബൈ എ പ്രോപ്പർ ഗ്രൂവിംഗ് ടൂൾ, അതായത് ഗ്രൂവിംഗ് ടൂൾ വെച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഹാൻഡിൽ നമ്മൾ ഒരു സെക്കൻഡ് 2 റെവല്യൂഷൻസ് എന്ന രീതിയിൽ നമ്മൾ ഹാൻഡിൽ കറക്കും. until the two parts of the soil sample come into contact at the bottom of the groove along a distance of 13 mm. അതായത് 13 mm കോണ്ടാക്ട് ഗ്രൂവിൽ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ 2 സൈഡിലും സോയിലുണ്ട്. അതായത് ഗ്രൂവ് കട്ട് ചെയ്തപ്പോൾ സോയിൽ സ്പ്ലിറ്റായി. ആ 2 സോയിലും അടുക്കുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെവല്യൂഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ about 15 gram ഓഫ് സോയിൽ നിയർ ദ ക്ലോസ് ഗ്രൂവ്. അപ്പം നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് വേണ്ടി 15 gram സോയിൽ ആ ക്ലോസ്ഡ് ഗ്രൂവ് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് 15 gram സോയിൽ എടുത്തിട്ട് നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷനും ചെയ്യും. ഇതേ പ്രൊസീജിയർ നമ്മളൊരു 4-5 തവണ ചെയ്യും. അതായത് പല വാട്ടർ കണ്ടന്റിന് പല വട്ടം ചെയ്യും. അതായത് 4 തൊട്ട് 5 തവണ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രാഫ് വരയ്ക്കും. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫിൽ നമ്പർ ഓഫ് ബ്ലോസ് എക്സ് ആക്സിസിലും അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് വൈ ആക്സിസിലും എടുത്തൊരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് നമുക്ക് മിക്കവാറും ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ ഗ്രാഫ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലോഗ് ആയിരിക്കും, ലോഗറിതമിക് ആക്സിസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ സെമി ലോഗ് ഗ്രാഫ് ടേക്കൺ ദ നമ്പർ ഓഫ് ഫ്ലോസ് ഇൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദ വാട്ടർ കണ്ടന്റ് ഇൻ ദ വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പല വാട്ടർ കണ്ടന്റിന് പല ബ്ലോസിന് പല വാട്ടർ കണ്ടന്റ് കിട്ടും. അങ്ങനെ ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ നമ്പർ ഓഫ് ബ്ലോസും നമുക്ക് റെക്കോർഡ് ചെയ്യാം. 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് ആണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായാലും 25 ബ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടറിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു 25 ബ്ലോസ് ഈസ് ടേംഡ് ആസ് ദ ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് പല രീതിയിൽ പല തവണ നമ്മൾ നമ്പർ ഓഫ് ഫ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല വാട്ടർ കണ്ടന്റിൽ പല വാട്ടർ കണ്ടന്റിൽ പല നമ്പർ ഓഫ് ഫ്ലോസ് കിട്ടും. അതെല്ലാം കൂടെ നമ്മളൊരു ഗ്രാഫിലാക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിൽ നിന്ന് 25 നമ്പർ ഓഫ് ഫ്ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് എടുക്കുമ്പോൾ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കിട്ടും. ദിസ് ഈസ് ഹൗ ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് എ സോയിൽ ഈസ് ഫൗണ്ട് ഔട്ട് യൂസിങ് കസാഗ്രാൻഡെ അപ്പാരറ്റസ്. ഓക്കെ, ആ കിട്ടുന്ന ആ കർവിന് ഫ്ലോ കർവ് എന്ന് പറയും. അത് നമ്മൾ ഫ്ലോ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ട്. ആ ഫ്ലോ ഇൻഡെക്സ് വരുന്നത് ഈ ഫ്ലോ കർവിൽ നിന്നാണ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ഫ്ലോ ഇൻഡെക്സ് പറയുമ്പോൾ ബാക്കി കാര്യം പറയാം. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു ട്രയൽ ആൻഡ് എറർ വെച്ചിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് WL ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് ഈക്വൽ ടു WN ഇൻറ്റു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 25 ദ ഹോൾ റൈസ് ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് 0.1204 സോയിൽസ് വിത്ത് ലിക്വിഡ് ലിമിറ്റ് 50% കൂടുതൽ ലിക്വിഡ് ലിമിറ്റ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന സോയിലാണെങ്കിൽ, ആ ടൈപ്പ് ഓഫ് സോയിലാണെങ്കിൽ എക്സ് 0.12ഉം, അതുപോലെ തന്നെ അതിൽ കുറവാണെങ്കിൽ, അതായത് 50% ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടി കുറവ് വരുന്ന സോയിലാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0.092 ആണ് യൂസ് ചെയ്യുന്നത്. WN എന്ന് പറയുന്നത് ആ സോയിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന സമയത്തുള്ള നാച്ചുറൽ വാട്ടർ കണ്ടന്റിനെയാണ് WN എന്ന് പറയുന്നത്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ഡ്രോപ്സ്, അതായത് ഗ്രൂവ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ഡ്രോപ്സ് ആണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ആ സമയത്തുള്ള വാട്ടർ കണ്ടന്റ് ആണ് WN. അതായത് നമുക്ക് ഈ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ആ ഗ്രാഫിൻ്റെ ഏകദേശം ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. അപ്പം ഏതെങ്കിലും ഒരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഏകദേശം ഒരു ലിക്വിഡ് ലിമിറ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് 1 പോയിന്റ് മെത്തേഡ്. ഓക്കെ, 1 പോയിന്റ് മെത്തേഡ്. ഒറ്റ പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ലിക്വിഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്തത് എന്താണ്? സെക്കൻഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് അല്ല, സെക്കൻഡ് ഡിറ്റർമിനേഷൻ. അതായത് പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഡിറ്റർമിനേഷൻ. നമ്മൾ ലിക്വിഡ് ലിമിറ്റിൻ്റെ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് കസാഗ്രാൻഡെ അപ്പാരറ്റസ് വെച്ചാണെങ്കിൽ, പ്ലാസ്റ്റിക് ലിമിറ്റ് ചെയ്യുന്നത് നമ്മൾ ത്രെഡ് ടെസ്റ്റ് വെച്ചിട്ട്. അതായത് ത്രെഡ് പോലെ നമ്മൾ സോയിലിനെ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ ത്രെഡ് പോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത്
റോൾ ചെയ്ത് ത്രെഡ് പോലെ ആക്കിയിട്ട് 3 mm ത്രെഡ് പോലെ ആക്കിയിട്ട് നമ്മൾ അത് ക്രംബിൾ ചെയ്യുന്ന ടൈം എപ്പോഴാണോ ആ വാട്ടർ കണ്ടന്റ് എടുത്ത് ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, ആ വാട്ടർ കണ്ടന്റ് ആയിരിക്കും പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അതായത് നമ്മുടെ സെമി സോളിഡ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൻ്റെയും ബൗണ്ടറിയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്, ആ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 mm ത്രെഡ് ഓഫ് സോയിൽ ഉണ്ടാക്കുമ്പോൾ ആ റോൾ എപ്പോഴെങ്കിലും ക്രംബിൾ ചെയ്യാൻ ബിഗിൻ ചെയ്യും. അതായത് ക്രംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുന്ന ത്രെഡ്. നമ്മൾ ചിലപ്പം ക്ലേ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അത്യാവശ്യം വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണെങ്കിൽ അത് ത്രെഡ് പോലെ തന്നെ 3 mm നമുക്കതിനെ കാണാൻ പറ്റും. അത് വിട്ടു പോകത്തില്ല, ക്രംബിൾ ചെയ്യത്തില്ല. അതേസമയം എപ്പോഴെങ്കിലും അത് ക്രംബിൾ ചെയ്യുന്ന വാട്ടർ കണ്ടന്റ് കുറയുന്ന സമയത്ത് അത് പൊടിഞ്ഞു മാറും, ത്രെഡ് കട്ടാവും. സോ 3 mm ആ ത്രെഡ് ഓഫ് സോയിൽ കട്ടാവുന്ന സമയമാണ് ക്രംബ്ലിംഗ് ടൈം എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് നമ്മുടെ സോയിൽ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ സോയിലിൻ്റെ പ്ലാസ്റ്റിസിറ്റി ലോസ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് അത് കടന്നു എന്നാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 50 gram സോയിൽ എടുക്കും. നമ്മൾ 425 മൈക്രോൺ ISCVയിൽ കുറച്ച് സോയിൽ സാമ്പിൾ എടുത്തിട്ട് അതിൽ കൂടെ പാസ് ചെയ്ത് സോയിൽ എടുത്തിട്ട് അതിൻ്റെ ആ പാസ് ചെയ്ത സോയിലിൽ 50 gram എടുത്തിട്ട് നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തിയുടെയൊക്കെ മാവ് ഉരുട്ടിയെടുക്കാവുന്ന രീതിയിൽ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് മാവ് പോലെ ഉരുട്ടിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ഓരോ ബോൾസ് ഉണ്ടാക്കുക. പ്രിപ്പയർ ദ ബോൾ ഓഫ് യൂണിഫോം ഡയമീറ്റർ ഓഫ് ദ എബോവ് സാമ്പിൾ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് ആ ബോൾ നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ കൊണ്ട് നമ്മളതിങ്ങനെ റോൾ ചെയ്ത് 3 mm ഡയമീറ്റർ ഉള്ള രീതിയിലുള്ള വയേഴ്സ് പോലെ ത്രെഡായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ കയ്യിലൊരു വേറൊരു റോഡുണ്ട്, അത് ഗ്ലാസ് റോഡ് പോലെ ഒരു റോഡുണ്ട്, അതിനും 3 mm ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്ത് നോക്കാം. 3 mm തന്നെയാണോ നമ്മുടെ അത്. നമുക്കല്ലാതെ അളന്ന് നോക്കാനൊന്നും പറ്റത്തില്ല, കാരണം വളരെ കട്ടി കുറഞ്ഞ ഒരു സാധനമാണ്. ജസ്റ്റ് തൊട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ നമ്മൾ വേറൊരു റോഡുണ്ട്, ആ റോഡിന് 3 mm ഡയമീറ്ററാണ്. അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. തൊട്ട് ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും, 3 mm ആവുന്നവരെ കമ്പയർ ചെയ്യും. അപ്പോഴും ക്രംബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ല. ക്രംബിൾ ചെയ്യുമ്പോൾ ഉള്ളതിനെയാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ ദ എബവ് പ്രോസസ് ടിൽ ദ ത്രെഡ്സ് ഷോ സൈൻ ഓഫ് ക്രംബിൾ ദസ് മേക്കിംഗ് ദ സോയിൽ അണേബിൾ ഫോർ ഫർദർ റോൾ. അതായത് ചില സമയത്ത് നമ്മൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞങ്ങ് പോകും. ആ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുന്നു. The water content at which the soil can be rolled into a thread of 3 mm in diameter without crumbling is known as the plastic limit. The plastic limit is taken as the average of 3 values. അതായത് ആ സമയത്തുള്ള പൊടിയുന്നതിന് തൊട്ട് മുമ്പുള്ള വാട്ടർ കണ്ടന്റിൻ്റെ എല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്, വാട്ടർ കണ്ടന്റ് നോട്ട് ചെയ്യുന്നുണ്ട്. ആ 3 എണ്ണം ഏകദേശം ആ 3 എണ്ണത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ലിമിറ്റ് എത്ര ആണെന്ന് കിട്ടും. ക്രംബിൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള റോൾ ചെയ്ത സോയിലിൻ്റെ വാട്ടർ കണ്ടന്റിൻ്റെ 3 എണ്ണത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ പ്ലാസ്റ്റിക് ലിമിറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ ഇനിയും പഠിക്കാൻ പോകുന്നത് കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ. ഇത് നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യാറില്ല. നമ്മൾ ആകെ ലാബിൽ ചെയ്യുന്നത് യൂഷ്വലി ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റുമാണ്. അതിൽ തന്നെ പ്ലാസ്റ്റിക് ലിമിറ്റ് ചിലപ്പോൾ ചെയ്യാറില്ല. GT ലാബിൽ ആകെ ചെയ്യുന്നത് ലിക്വിഡ് ലിമിറ്റാണ്. ശ്രിങ്കേജ് ലിമിറ്റിൽ മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്. മെർക്കുറി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് അധികം അത് GT ലാബ്സിൽ ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, ശ്രിങ്കേജ് ലിമിറ്റ്. പക്ഷെ നമുക്കിതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പഠിക്കണം. ശ്രിങ്കേജ് ലിമിറ്റ് എന്താണെന്ന് പറയുമ്പോൾ 2-3 ഡയഗ്രാം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഫിഗർ A എന്ന് പറയുന്നത് ഷോസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സോയിൽ സാമ്പിൾ വെൻ ഇറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആൻഡ് ദ വാട്ടർ ഗ്രേറ്റർ ദാൻ ദ എക്സ്പെക്റ്റഡ് ശ്രിങ്കേജ് ലിമിറ്റ്. ശ്രിങ്കേജ് ലിമിറ്റിനെക്കാട്ടി വെള്ളമുള്ള സമയത്തെ ഫിഗറാണ്, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ ഫിഗറാണ് ഫിഗർ A. ഫിഗർ B എന്ന് പറയുന്നത് ഷോസ് ദ സാമ്പിൾ അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ്. ശ്രിങ്കേജ് ലിമിറ്റിലുള്ള സാമ്പിളിൻ്റെ ഫിഗറാണ് ഫിഗർ B എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാമ്പിളിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇതാണ് 3 സ്റ്റേജ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്, പ്ലസ് ഇറ്റ് ഈസ് എബോവ് ദ ശ്രിങ്കേജ് ലിമിറ്റ്. അതുകൊണ്ടാണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇത്രയും എക്സസ് ആയിട്ട് വന്നത്. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് അറ്റ് ശ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇതിനകത്ത് വെള്ളമില്ല, ഓവൻ ഡ്രൈഡ് സാമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രിങ്കേജ് ലിമിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റേജസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. നമ്മൾ ആദ്യം ഇതിനൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്, അതെങ്ങനെ ഡിറൈവ് ചെയ്തെന്ന് പറയും. ഇത് വെച്ചിട്ടാണ് അത് ഡിറൈവ് ചെയ്തത്. അതിനുശേഷമാണ് ഡിറ്റർമിനേഷൻ ഓഫ് ശ്രിങ്കേജ് ലിമിറ്റിൻ്റെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? സ്റ്റേജ് 1 ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് V1 ആയിരുന്നു. V1 ആണ് ടോട്ടൽ വോളിയം. സ്റ്റേജ് 1 ടോട്ടൽ വോളിയം V1 ആണ്. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് M1 ആണ്. സോളിഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ സോളിഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ MS ആണ്. രണ്ടാമത്തെ സ്റ്റേജിൽ വോളിയം കുറഞ്ഞു, V2 ആയി. അതായത് ടോട്ടൽ വോളിയം ആദ്യം V1 ആയിരുന്നു, അതിൽ നിന്ന് വെള്ളം പോയപ്പോൾ വാട്ടർ ലോസ്റ്റ് എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്. V1 മൈനസ് V2 വെള്ളമാണ് ടോട്ടൽ വോളിയം നഷ്ടപ്പെട്ടത്. അപ്പോഴുള്ള രണ്ടാമത്തെ സ്റ്റേജിലെ മാസ് എന്ന് പറയുന്നത് M2. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്തു, അപ്പോൾ അതിനകത്ത് വെള്ളമേ ഇല്ല. അപ്പോൾ ആ ടോട്ടൽ മാസ് ഓഫ് ദ സ്റ്റേജ് 3 എന്ന് പറയുന്നത് എയറിന് മാസ് ഇല്ലല്ലോ, സോ M3 എന്ന് പറയുന്നത് നമ്മുടെ MS-ന് തുല്യമായിരിക്കും. M3 ഈക്വൽ ടു MS. അതുപോലെ തന്നെ വോളിയം V3 ഈക്വൽ ടു V2 ആയിരിക്കും. കാരണം ഇവിടെ വോളിയം ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, രണ്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ വോളിയം തേർഡ് സ്റ്റേജിലെ വോളിയം ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിഗർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ? ശ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിലോട്ട് എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. അതായത് MS ആണ് മാസ് ഓഫ് സോളിഡ്, ഞാൻ പറഞ്ഞു. സ്റ്റേജ് 1 മാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജ് 1 വെള്ളത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? വെള്ളത്തിൻ്റെ മാസോ വെള്ളത്തിൻ്റെ വെയിറ്റോ എങ്ങനെ വേണമെങ്കിലും പറയാം. സ്റ്റേജ് 1 വെള്ളം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ മുകളിൽ കാണുന്നതാണ് വെള്ളം. അതായത് അതിൻ്റെ മാസം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് M1 ആണെങ്കിൽ M1 മൈനസ് സോളിഡിൻ്റെ മാസ് MS, M1 മൈനസ് MS ആണ് വെള്ളത്തിൻ്റെ മാസ്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലൈൻ, M1 മൈനസ് MS. ലോസ് ഓഫ് മാസ് ഓഫ് വാട്ടർ ഫ്രം സ്റ്റേജ് 1 ടു സ്റ്റേജ് 2. സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 2 വരുമ്പോൾ എത്രമാത്രം വെള്ളമാണ് ലോസ് ചെയ്യുന്നത്, എത്രമാത്രം വെള്ളമാണ് പോകുന്നതെന്ന് അതെങ്ങനെ കണ്ടുപിടിക്കും? V1 മൈനസ് V2 വെള്ളമാണ് പോകുന്നത്, V1 മൈനസ് V2 വെള്ളമാണ് നമുക്ക് ലൂസ് ചെയ്യുന്നത്. അത് വോളിയമാണ്. മാസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെന്നറിയാം. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാസ്. സോ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി, V ഇൻറ്റു റോ. V നമുക്കറിയാം എന്താണ്, V1 മൈനസ് V2 ആണ് വോളിയം. വെള്ളം ലോസ് ചെയ്ത വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2 ആണ്. ഇൻറ്റു റോ എന്തോ വെള്ളത്തിൻ്റെ, റോ ഇൻറ്റു റോ W. ഓക്കെ, സോ വെള്ളത്തിൻ്റെ റോ ഡെൻസിറ്റി എത്രയാണ്? 9.81 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. 9.81 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് എന്തിൻ്റെ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് അല്ല ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് മുങ്ങാം. അപ്പോൾ ഇത് എങ്ങനെ വന്നെന്ന് മനസ്സിലായാലും വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ് ഓഫ് ദ വാട്ടർ സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 2 വന്ന ലോസ് ഓഫ് മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. മാസ് ഓഫ് വാട്ടർ ഇൻ സ്റ്റേജ് 2. അപ്പം മാസ് ഓഫ് വാട്ടർ ഇൻ സ്റ്റേജ് 2 എത്രയാണ്? അത് ലോസ് ഓഫ് മാസ് ഓഫ് വാട്ടർ ആയിരുന്നു. സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 2 വന്ന ലോസ് ഓഫ് മാസ് ഓഫ് വാട്ടർ ആണ് V1 മൈനസ് V2 ഇൻറ്റു റോ W. അപ്പോൾ ശരിക്കും സ്റ്റേജ് 2 വെള്ളത്തിൻ്റെ അളവ് എത്ര ആയിരിക്കും? സ്റ്റേജ് 1 മാസ് ഓഫ് വാട്ടറിൽ നിന്ന് ഈ ലോസ് കുറച്ചാൽ പോരെ. അതാണ് തേർഡിൽ ചെയ്തിരിക്കുന്നത്, M1 മൈനസ് MS മൈനസ് V1 മൈനസ് V2 ഇൻറ്റു റോ W. അപ്പോൾ ഇത്രയും കാര്യം എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ ഇൻ ദ സെക്കൻഡ് സ്റ്റേജാണ്. അപ്പം ബൈ ഡെഫിനിഷൻ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റ് ഇൻ ദ സ്റ്റേജ് 2 തന്നെയാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? ശ്രിങ്കേജ് ലിമിറ്റ് ആണ്. സോ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റിൻ്റെ ഇക്വേഷൻ എന്താണ്? W
WW ഡിവൈഡ് ബൈ WS അല്ലെങ്കിൽ MW ഡിവൈഡ് ബൈ MS, അതായത് മാസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ മാസ് ഓഫ് സോളിഡ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്. റേഷ്യോ ആയതുകൊണ്ട് ഏതെടുത്താലും തെറ്റില്ല. അപ്പോൾ ഇവിടെ മാസ് ഓഫ് വാട്ടറിൻ്റെ സ്റ്റേജ് 2 എന്താണ്? M1 മൈനസ് MS മൈനസ് V1 മൈനസ് V2 ഇൻറ്റു റോ ഡബ്ല്യു ആണ്. അപ്പോൾ അതാണ് മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സ്റ്റേജ് 2ലുള്ള മാസ് ഓഫ് വാട്ടർ ആണ് ഇതിൻ്റെ ന്യൂമറേറ്റർ വരുന്നത്. ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? MS പോലെ തന്നെ ഇട്ടാൽ മതി. Therefore the equation becomes, so the equation is W shrinkage limit, water content at shrinkage limit is equal to MW divided by MS. MW നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിവൈഡ് ബൈ MS ചെയ്യുക. സോ the equation becomes W is equal to M1 minus MS minus V1 minus V2 into rho W by MS. അതിനെ ഒന്ന് പരിഷ്കരിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, മെയിൻ ഇക്വേഷൻ. അതിനകത്ത് നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ M1 മൈനസ് MS ഡിവൈഡ് ബൈ MS എന്ന് പറയും. ഇതെന്താണ്? W1 ആണ്. വാട്ടർ കണ്ടൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് M1 മൈനസ് MS ഡിവൈഡ് ബൈ MS. സോ W1 മൈനസ് V1 മൈനസ് V2 ബൈ MS ഇൻറ്റു റോ ഡബ്ല്യു. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം പഠിക്കാനുള്ള കാരണം. ഓക്കെ, so next we are going to move on to the shrinkage limit in the laboratory. So ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 50 gram ഓഫ് സോയിൽ പാസിംഗ് ത്രൂ 425 മൈക്രോൺ സീവ് എടുക്കുക, എന്നിട്ട് ഡിസ്റ്റിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തൊരു ക്രീമി പേസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ആഫ്റ്റർ മേക്കിംഗ് ദിസ് ക്രീമി പേസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ ഈ എടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ കണ്ടന്റ് W1 എന്ന് പറയുന്നത്, ആദ്യം എടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റിനെക്കാട്ടി കൂടിയ ഒരു വെള്ളമായിരിക്കും എടുക്കുന്നത്. ഓക്കെ, shrinkage ലിമിറ്റിൻ്റെ ഡിറ്റർമിനേഷന് അത്രയും വെള്ളം എടുക്കണം. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് ഒരു 2-3 ഡിഷൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആദ്യം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോയിലിൽ ഇപ്പോൾ പേസ്റ്റ് പോലെ ആക്കിയ സോയിൽ എടുക്കേണ്ട ഒരു ഡിഷുണ്ട്. അതാണ് സർക്കുലർ shrinkage ഡിഷ് എന്നാണ് അതിന് പറയുന്നത്. പോർസലൈൻ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. ഡയമീറ്റർ 30 to 40 mm ആണ്, ഹൈറ്റ് 15 mm ആണ്. അതെടുക്കണം. അതിനുശേഷം shrinkage dish ഹാസ് എ ഫ്ലാറ്റ് ബോട്ടം ആൻഡ് ഇൻറ്റേർണൽ കോർണേഴ്സ് വെൽ റൗണ്ടഡ് ആയിരിക്കും. വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കോർണേഴ്സ് ആയിരിക്കും ഡിഷിനുള്ളത്. ദ കപ്പാസിറ്റി ഓഫ് ദ shrinkage dish ഇസ് ഫസ്റ്റ് ഡിറ്റർമൈൻഡ് ബൈ ഫില്ലിംഗ് ഇറ്റ് വിത്ത് മെർക്കുറി. അതായത് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ചുകൂടെ ആക്യുറസി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെർക്കുറി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യാത്തത്, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാത്തത്. shrinkage ഡിഷിനകത്തോട്ട് നമ്മൾ മെർക്കുറി എടുത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ മെർക്കുറിയുടെ വെയിറ്റ് എടുക്കും. വെയിറ്റും വോളിയം ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ മെർക്കുറി ബേസ് ചെയ്താണ്, വെള്ളമല്ല. ഈ കേസിൽ നമ്മൾ മെർക്കുറി മാത്രം ഉപയോഗിച്ചിട്ട് ആ ഡിഷിൻ്റെ വോളിയവും മാസും കണ്ടുപിടിക്കും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കപ്പാസിറ്റി ഓഫ് ദ shrinkage dish in ml is equal to the mass of mercury in gram divided by the specific gravity of mercury. അതായത് നമ്മുടെ കപ്പാസിറ്റി ഓഫ് ദ shrinkage dish വോളിയം കണ്ടുപിടിക്കാൻ എങ്ങനെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും? അത് വോളിയം കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ ഒരു ഡിഷിൻ്റെ വോളിയം കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ഡിഷ്. ഇതിനകത്ത് നമ്മൾ മെർക്കുറി എടുത്തു, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ മെർക്കുറി എടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിന് മാസ് എടുക്കും. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കും. അത് നമുക്ക് കുഴപ്പമില്ല, കാരണം അതിൻ്റെ വെയിറ്റ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഡിഷിൻ്റെ വെയിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഡിഷിൻ്റെ വെയിറ്റ് നമുക്ക് അതിനകത്തൊന്നും ഇല്ലാത്തപ്പോൾ എടുക്കാമല്ലോ സുഖമായിട്ട്. സോ ആ വെയിറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കളക്റ്റീവിലുള്ള വെയിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കളക്റ്റീവിലുള്ള വെയിറ്റിൽ നിന്ന് ഡിഷിൻ്റെ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ മെർക്കുറിയുടെ വെയിറ്റ് കിട്ടും. മെർക്കുറിയുടെ വെയിറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വോളിയം കിട്ടും. ഓക്കെ, വോളിയം കിട്ടും. ഓക്കെ, അതിനുശേഷം ദ മാസ് ഓഫ് ദ empty shrinkage dish is obtained accurately. അതായത് empty shrinkage dishൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മാസും എടുക്കണം. സോയിൽ സാമ്പിൾ ഈസ് പ്ലേസ് ഇൻ ദ shrinkage dish. ഇപ്പോൾ ഈ മെർക്കുറി എടുത്ത് മാറ്റി വോളിയം കിട്ടി. മെർക്കുറി എടുത്ത് മാറ്റിയിട്ട് പകരം നമ്മുടെ സോയിൽ സാമ്പിൾ എടുക്കണം. 1/3 ഇറ്റ്സ് കപ്പാസിറ്റി എടുത്തിട്ട് നമ്മൾ ഡിഷ് ഈസ് ടാപ്ഡ് ഓൺ എ ഫോം സർഫസ് ടു എൻഷുർ ദാറ്റ് നോ എയർ ഈസ് എൻട്രാപ്ഡ്. മോർ സോയിൽ ആൻഡ് ദ ടാപ്പിംഗ് കണ്ടിന്യൂ ടിൽ ദ ഡിഷ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ സോയിൽ. അതായത് നമ്മൾ ആ ഡിഷ് മൊത്തം സോയിൽ എടുക്കുക. അതായത് 1/3 എടുത്തിട്ട് പിന്നെ എയർ എൻട്രാപ്പ് ചെയ്യാതിരിക്കാനാണ് ഈ 1/3 എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത്
കംപ്ലീറ്റ്ലി സോയിൽ വെച്ച് ഫില്ല് ചെയ്യണം. ദ എക്സസ് ഓയിൽ ഈസ് റിമൂവ്ഡ് ബൈ സ്ട്രൈക്കിംഗ് ഓഫ് ദ ടോപ്പ് സർഫസ് വിത്ത് എ സ്ട്രൈറ്റ് എഡ്ജ്. എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് എഡ്ജ് വെച്ച് റിമൂവ് ചെയ്യുക. ദ മാസ് ഓഫ് ദ ശൃംഗേരി ഡിഷ് വിത്ത് സോയിൽ ഈസ് ടേക്കൺ ടു ഒബ്റ്റെയിൻ ദ മാസ് ഓഫ് ദ സോയിൽ. അതായത് മാസ് ഓഫ് ദ സോയിൽ കണ്ടുപിടിക്കാൻ മാസ് ഓഫ് ദ ഡിഷിൻ്റെയും സോയിലിലൂടെ മാസ് എടുത്തിട്ട് ശൃംഗേരി ഡിഷിൻ്റെ മാസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സോയിലിൻ്റെ മാസ് കിട്ടും. ദ വോളിയം ഓഫ് ദ സോയിൽ ഈസ് ഈക്വൽ ടു ദ കപ്പാസിറ്റി ഓഫ് ദ ഡിഷ്. വോളിയം ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് വോളിയം ഓഫ് മെർക്കുറി തന്നെയാണ്. സോ അത് തന്നെയാണ് വോളിയം കപ്പാസിറ്റി ഓഫ് ദ ഡിഷും, എല്ലാം ഒന്ന് തന്നെയാണ്. ദ സോയിൽ ഇൻ ദ ശൃംഗേരി ഡിഷ് ഈസ് അലൗഡ് ടു ഡ്രൈ ഇൻ എയർ അണ്ടിൽ ദ കളർ ഓഫ് ദ സോയിൽ പാറ്റ് ടേൺസ് ലൈറ്റ്. ഇറ്റ് ഈസ് ദെൻ ഡ്രൈഡ് ഇൻ ആൻ ഓവർ. അതായത് ഇനിയും ശൃംഗ് ആയിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കുഴച്ച് വെച്ച ആ ഒരു സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് ആ ഡിഷിനകത്ത് കുഴച്ചിരിക്കുന്ന ആ സോയിൽ സാമ്പിളിൻ്റെ എടുത്തിട്ട് നമ്മളതിനെ ഓവൻ ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് എയർ ഡ്രൈ ചെയ്യും. എയർ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ അതിനെ ഓവൻ ഡ്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാസ് ഓഫ് ദ ശൃംഗേരി ഡിഷ് വിത്ത് ഡ്രൈ സോയിൽ ഈസ് ടേക്കൺ ടു ഒബ്റ്റെയിൻ ദ മാസ് ഓഫ് ദ ഡ്രൈ സോയിൽ MS. അപ്പം നമുക്ക് ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള മാസ് ഓഫ് ദ ഡ്രൈ സോയിൽ കിട്ടും. ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ ഡ്രൈ പാറ്റ്, അതായത് നമുക്കിനിയും ഈ ഡ്രൈ പാറ്റിൻ്റെ, അതായത് ഡ്രൈ ആയിട്ടുള്ള സോയിലിൻ്റെ വെയിറ്റ് വോളിയം വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കപ്പുണ്ട്, അതിനകത്ത് നമ്മൾ 50 mm ഉണ്ടായ 25 mm ഹൈറ്റൊക്കെ ഉള്ള ഒരു കപ്പുണ്ട്, അതിന് ഒരു ലാർജ് ഡിഷുണ്ട്. ഓക്കെ, അതിനകത്തോട്ട് നമ്മൾ മെർക്കുറി എടുക്കും. എന്നിട്ട് മെർക്കുറി എടുത്തിട്ട് നമ്മൾ ഈ സാധനം ആ കപ്പ് ഈസ് ഫിൽഡ് വിത്ത് മെർക്കുറി. ദ എക്സസ് മെർക്കുറി ഈസ് റിമൂവ്ഡ് ബൈ പ്രസ്സിങ് എ ഗ്ലാസ് പ്ലേറ്റ് വിത്ത് 3 prongs ഫേംലി ഓവർ ദ ടോപ്പ് ഓഫ് ദ കപ്പ്. അതായത് പ്രോങ്സ് എന്ന് പറയുന്നത് 3 ഹോൾസ് പോലാണ്. അത് നിങ്ങൾക്ക് ആ ഒരു ഫിഗർ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പ്രോങ്സ് എന്താണെന്ന്. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റ് വരുന്ന സാധനമാണ്, അതിന് മുകളിൽ 3 പ്രോങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ എക്സസ് മെർക്കുറി റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഗാഡ്ജറ്റ് പോലൊരു സാധനമാണത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കപ്പുണ്ട്, ആ കപ്പിനകത്ത് മെർക്കുറി എടുക്കും. ഇതൊന്നും അല്ല, വേറൊരു കപ്പാണത്, നേരത്തെ പറഞ്ഞ കപ്പല്ല, വേറൊരു കപ്പുണ്ട്, അതിനകത്ത് നമ്മൾ മെർക്കുറി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശം നമ്മൾ എക്സസ് മെർക്കുറി ഉണ്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് ഈ കപ്പ് ഫുൾ ഓഫ് മെർക്കുറി ഈസ് ട്രാൻസ്ഫർ ടു അനദർ ലാർജ് ഡിഷ്. ഡ്രൈ പാർട്ട് ഓഫ് ദ സോയിൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ശൃംഗേരി ഡിഷ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മെർക്കുറി ഇൻ ദ കപ്പ് merge into it by pressing it with a glass plate having prongs. അതായത് നമ്മൾ ഒരു ഡ്രൈ പാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ പാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഡ്രൈ ആയിട്ടുള്ള സോയിൽ മാസ, അതിപ്പം കട്ട പോലെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇടിച്ചാലൊന്നും പൊടിഞ്ഞു പോകാൻ അത്രയും കട്ടിയായിട്ടിരിക്കുകയാണ് ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം. അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രം എടുത്തു അതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു വോളിയത്തിലുള്ള മെർക്കുറി ഉണ്ട്. ഇപ്പം ഓക്കെ, ഇത്രയും മെർക്കുറി ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിന് വേറൊരു പാത്രത്തിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അറ്റം വരെ മെർക്കുറി ഉണ്ട്. നമ്മൾ ഈ ഡ്രൈ പാറ്റ് ഉണ്ടല്ലോ നമ്മുടെ മറ്റേ പാത്രത്തിൽ വെച്ചിട്ട് അത് ചൂടായിട്ട് ഓൺ ഡ്രൈ ചെയ്ത് നമ്മൾ ആദ്യം എടുത്ത ഡിഷിനകത്ത് ഡ്രൈ ആയ ആ സോയിലിരിപ്പുണ്ട്. ആ സോയിലിന് ഇപ്പോൾ 1 മാസമുണ്ട്. ആ മാസം നമുക്ക് വേണേൽ അളന്നെടുക്കാം, പക്ഷെ ആ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. സോ ഇതെടുത്തിട്ട് നമ്മൾ ഇതിനെ മേളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പ്രസ് ചെയ്തു. ഏത് വെച്ചിട്ടാ? ആ ഒരു ഗ്ലാസ് പ്ലേറ്റ് വിത്ത് പ്രോങ്സ് ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തപ്പോൾ ഇതിനകത്തെ കുറച്ച് മെർക്കുറി താഴോട്ട് പോയി. പക്ഷേ ആ ഡിഷിനകത്ത് തന്നെ വീഴത്തുള്ളൂ, താഴോട്ട് പോയി. ഓക്കെ, അപ്പം നമുക്ക് പണ്ടത്തെ ഒരു ടെക്നിക്ക് വെച്ച് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് അറിയാം, ദ വോളിയം ഓഫ് ദ മെർക്കുറി, അല്ലെങ്കിൽ എന്തായാലും ദ വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ് വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ സോളിഡ് ഇമേഴ്സ്ഡ്. അല്ലെങ്കിൽ ഈ ഡ്രൈ പാറ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ് ചെയ്ത മെർക്കുറിയുടെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ഹൗ ദ വോളിയം ഓഫ് ദ ഡ്രൈ പാറ്റ് ഈസ് ഫൗണ്ട് ഔട്ട്. ഡ്രൈ പാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമൊന്നുമല്ല, ആ ഡ്രൈ ആയ സോയിലിന് അത് ആ പ്രത്യേക ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഡ്രൈ പാറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. കണ്ടോ, ഡ്രൈ പാറ്റാണ് ഇത് കാണുന്നത്. The volume of the mercury is determined from its mass and specific gravity. The volume of the dry pat, the Vd, is equal to the volume of the mercury displaced. Okay, the Shringeri limit of the soil is determined using the equation from the measured values of V1, V2, M1 and Ms. അതായത് ഇപ്പോൾ കിട്ടിയ ഈ വോളിയം എല്ലാം കൊണ്ട്
അതുപോലെ തന്നെ മാസും വോളിയം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശൃംഖല ലിമിറ്റ് കിട്ടും. ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ ശൃംഖല ലിമിറ്റ് ഓഫ് എ സോയിൽ സാമ്പിൾ ഈസ് ഫൗണ്ട് ഔട്ട്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഈ ഇക്വേഷൻ പഠിച്ചിട്ട് ഇതിനകത്തെ W1, M1, MS, V1, V2 ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതെല്ലാം നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് വഴി കിട്ടും. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശൃംഖല ലിമിറ്റ് കിട്ടും. ഇൻഡയറക്റ്റ് രീതിയിൽ മെഷർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, അല്ലാതെ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാനുള്ളൊരു വഴിയില്ല ശൃംഖല ലിമിറ്റിൻ്റെ കേസിൽ. ഓക്കെ, ഇത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് കാണാൻ പറ്റും. ലബോറട്ടറി ഡിറ്റർമിനേഷൻ ഓഫ് ശൃംഖേജ് ലിമിറ്റ് എന്ന് പറഞ്ഞ് അത് കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. ജസ്റ്റ് അത് വേണേൽ നോക്കുക, റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് നോക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് 3 ഡിറ്റർമിനേഷനും പഠിച്ചു. ലിക്വിഡ് ലിമിറ്റിൻ്റെയും പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെയും ശൃംഖല ലിമിറ്റിൻ്റെയും ഡിറ്റർമിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഇൻഡെക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ബി studying the indices. Okay, so thank you.